നമസ്കാരം മക്കളെ, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSC പരീക്ഷകൾക്കായാലും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കായാലും സ്ഥിരമായി ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് രാജകുമാരന്മാർ എന്നൊരു ടോപ്പിക്കാണ്. ആദ്യമായി പറയുന്നത് അധ്വാനിക്കുന്നവരുടെ രാജകുമാരനാണ്. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്. അപ്പം ഗോഖലെയാണ് അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത്. യാചകരുടെ രാജകുമാരനാണെങ്കിൽ അത് മദൻ മോഹൻ മാളവിയാണ്. അതായത് നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സ്ഥാപകനായ മദൻ മോഹൻ മാളവിയാണ് യാചകരുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത്. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. കവികളിലെ രാജകുമാരനാണെങ്കിൽ കാളിദാസനാണ്. അതുപോലെ തന്നെ ആത്മകഥാകാരന്മാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാബറാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറിനെയാണ് ആത്മകഥാകാരന്മാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞത് അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ ഗോഖലെ, യാചകരുടെ രാജകുമാരൻ മദൻ മോഹൻ മാളവിയ, സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. കവികളിലെ രാജകുമാരൻ കാളിദാസനാണ്. ആത്മകഥാകാരന്മാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാബറാണ്. പിന്നീട് നമ്മൾ പറയുന്നത് ചിത്രകാരന്മാരുടെ രാജകുമാരൻ എന്താണ്? ചിത്രകാരന്മാരുടെ രാജകുമാരനാണ് റാഫേൽ എന്നറിയപ്പെടുന്നത്. നിഴലുകളുടെ രാജകുമാരനാണെന്ന് ചോദിച്ചാൽ റംബ്രാനാണ്. അപ്പൊ റംബ്രാനെയാണ് നിഴലുകളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത്. ഗണിതശാസ്ത്രത്തിലെ രാജകുമാരനാണ് കാൾ ഫെഡറിക് ഗോസ്. കാൾ ഫെഡറിക് ഗോസ് ആണ് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിനെയാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശീയ സ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ദേശീയ സ്നേഹികളുടെ രാജകുമാരനാണ് സുഭാഷ് ചന്ദ്രബോസ്. ശില്പികളുടെ രാജകുമാരനാണെന്ന് വെച്ചാൽ ഷാജഹാനാണ്. പിന്നീട് പറയുന്നത് നിർമ്മാതാക്കളുടെ രാജകുമാരനാണ് ഫിറോസ് ഷാ തുഗ്ലക്. അപ്പൊ ചിത്രകാരന്മാരുടെ രാജകുമാരൻ റാഫേൽ, നിഴലുകളുടെ രാജകുമാരൻ ആരാണെന്ന് വെച്ചാൽ റംബ്രാനാണ്. ഗണിതശാസ്ത്രത്തിലെ രാജകുമാരനാണ് കാൾ ഫെഡറിക് ഗോസ്. രക്തസാക്ഷികളുടെ രാജകുമാരനാണ് ഭഗത് സിംഗ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ശില്പികളുടെ രാജകുമാരനാണ് ഷാജഹാൻ. നിർമ്മാതാക്കളുടെ രാജകുമാരനാണ് ഫിറോസ് ഷാ തുഗ്ലക്. പിന്നീട് നമ്മൾ പറയുന്നത് നാണയ നിർമ്മിതികളുടെ രാജകുമാരനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ് നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് സാഹസികന്മാരുടെ രാജകുമാരനാണ് ടെൻസിംഗ് നോർഗയാണ്. ടെൻസിംഗ് നോർഗയാണ് സാഹസികന്മാരുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തായി പറയപ്പെടുന്നത് കൊള്ളക്കാരുടെ രാജകുമാരനാണ്. കൊള്ളക്കാരുടെ രാജകുമാരനാണ് റോബിൻ ഹുഡ്. തത്വചിന്തകരുടെ രാജകുമാരനാണ് അരിസ്റ്റോട്ടിൽ. അപ്പൊ അരിസ്റ്റോട്ടിലാണ് തത്വചിന്തകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. സഞ്ചാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മാർക്കോ പോളോയാണ്. അപ്പൊ മാർക്കോ പോളോയാണ് സഞ്ചാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. അടുത്തതായി നമ്മൾ പറയുന്നത് തീർത്ഥാടകരുടെ രാജകുമാരനാണ്. അപ്പൊ തീർത്ഥാടകരുടെ രാജകുമാരനാണ് ഹുയാങ് സാങ്. നമ്മൾ ഇത്രയും പറഞ്ഞത് ഒന്ന് തീർത്ഥാടകരുടെ രാജകുമാരനാണ് ഹുയാൻ സാങ്, സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോ, തത്വചിന്തകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്, കൊള്ളക്കാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് റോബിൻ ഹുഡാണ്, സാഹസികന്മാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ടെൻസിംഗ് നോർഗയാണ്, നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്, നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്, ശില്പികളുടെ രാജകുമാരനാണ് ഷാജഹാൻ, ദേശസ്നേഹികളുടെ രാജകുമാരനാണ് സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ, കാൾ ഫെഡറിക് ഗോസ് ആണ് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ, റംബ്രാനാണ് നിഴലുകളുടെ രാജകുമാരൻ, അതുപോലെ തന്നെ ചിത്രകാരന്മാരുടെ രാജകുമാരൻ റാഫേലാണ്, ആത്മകഥാകാരന്മാരുടെ രാജകുമാരൻ ബാബറാണ്, കവികളിലെ രാജകുമാരനാണ് കാളിദാസൻ, അതുപോലെ തന്നെ യാചകരുടെ രാജകുമാരൻ മദൻ മോഹൻ മാളവികയാണ്, സത്യാഗ്രഹികളുടെ രാജകുമാരനാണ് യേശു ക്രിസ്തു, അധ്വാനിക്കുന്നവരുടെ രാജകുമാരനാണ് ഗോഖലെ. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.